ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൻ്റെ ആദ്യ പാർട്ടിൽ നമ്മൾ പറഞ്ഞത് 3 ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനുകളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ലൈൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലൈൻ മിലിറ്ററി ഓർ സ്കേലാർ ഓർഗനൈസേഷൻ. സെക്കൻഡ് ടൈപ്പ് ഈസ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. And the third and last type is line and staff organization. ഈ 3 ഓർഗനൈസേഷനുകളാണ് ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ആയി ഒരു കമ്പനിയെ മുന്നോട്ട് നയിക്കുന്നത്. അതിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ലൈൻ ഓർഗനൈസേഷൻ ആയിരുന്നു. ലൈൻ ഓർഗനൈസേഷനിൽ ഒരു ജനറൽ മാനേജർ ഉണ്ട്. ജനറൽ മാനേജറിന് താഴെ 3 അല്ലെങ്കിൽ 4 ഡിഫറെന്റ് മാനേജേഴ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ മാനേജർ, പേഴ്സണൽ മാനേജർ, അങ്ങനെ 4 or 5 മാനേജേഴ്സ് ഉണ്ടായിരിക്കും. അവർക്ക് താഴെ ഈ പ്രൊഡക്ഷൻ മാനേജർക്ക് താഴെ ഫോർമാൻ ഉണ്ടായിരിക്കും. ഫോർമാനിന് താഴെ വർക്കേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ലൈൻ ഓർഗനൈസേഷനിൽ ഉള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ ജോലി ഭാരം ഉണ്ടായിരിക്കും ലൈൻ ഓർഗനൈസേഷൻ. അതായത് ഇതിലെ മാനേജർ തന്നെയായിരിക്കും, ജനറൽ മാനേജർ തന്നെയായിരിക്കും മെറ്റീരിയൽ, പ്രൊഡക്ഷൻ, കൺട്രോൾ ഓഫ് ലേബർ, സൂപ്പർവിഷൻ, ഇതെല്ലാം മെയിൻ്റനൻസ്, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ജനറൽ മാനേജർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചത് ഫങ്ഷണൽ ഓർഗനൈസേഷൻ വന്നതിന് ശേഷമാണ്. ഫങ്ഷണൽ ഓർഗനൈസേഷനിൽ ഓരോ വർക്കിനും അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിനും ഒരു എക്സ്പേർട്ടിനെ നിയമിക്കും. അതായത് ആ ഒരു വിഷയത്തിലുള്ള ഒരു എക്സ്പേർട്ടിനെ നിയമിക്കും. ഫോർ എക്സാമ്പിൾ പേഴ്സണൽ മാനേജർ. പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ആണ്. നോർമലി റിക്രൂട്ട്മെന്റ് ഓഫ് ലേബേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത് പേഴ്സണൽ മാനേജർ ആണ്. ഈ പേഴ്സണൽ മാനേജർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലെയും അതുപോലെ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും ലേബേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത് ഈ ഒരു പേഴ്സണൽ മാനേജറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് പേഴ്സണെ നിയമിക്കുന്നത് വഴി നമുക്ക് ജനറൽ മാനേജർക്കുള്ള ജോലിയുടെ ഭാരം കുറയ്ക്കുകയും അതുപോലെ ഓവറോൾ എഫിഷ്യൻസി കൂട്ടുകയും ചെയ്യാം. അതായിരുന്നു ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ടൈപ്പ്, അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലിരിക്കുന്ന ടൈപ്പ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഈ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓർഗനൈസേഷനിൽ സ്പെഷ്യലൈസ്ഡ് സ്റ്റാഫിനെ, അതായത് ഈ ലൈൻ ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ലൈൻ ഓഫ് ജനറൽ മാനേജർ അല്ലെങ്കിൽ ലൈൻ ഓർഗനൈസേഷൻ, നമ്മൾ ആദ്യം പഠിച്ച ലൈൻ ഓർഗനൈസേഷനിൽ കൂടെ അതോടൊപ്പം സ്പെഷ്യലൈസ്ഡ് സ്റ്റാഫിനെ, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടർ ഉണ്ടായിരിക്കും. ഡയറക്ടർക്ക് കീഴെ ജനറൽ മാനേജർ ഉണ്ടായിരിക്കും. ജനറൽ മാനേജറിന് താഴെ വർക്ക്സ് മാനേജർ ഉണ്ടായിരിക്കും. വർക്ക്സ് മാനേജർക്ക് താഴെ സൂപ്രണ്ട്, ദെൻ ഫോർമാൻ, ദെൻ വർക്കേഴ്സ്. ഈ ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചറിനെയാണ് ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇവയോടൊപ്പം ഈ ലൈൻ ഓർഗനൈസേഷന്റെ കൂടെ ഓരോ ലൈൻ ഓഫ് ആക്ഷനിലും, അതായത് ഈ ബോർഡ് ഓഫ് ഡയറക്ടർ, ജനറൽ മാനേജർ, വർക്ക്സ് മാനേജർ എന്ന് പറയുന്ന ലൈൻ ഓർഗനൈസേഷനിലുള്ള വ്യക്തികളെ സഹായിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ജോലി ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി ഓരോ ഇൻഡിവിജ്വൽസിനും പേഴ്സണൽ സ്റ്റാഫുകൾ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഡയറക്ടർക്ക് ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ടി വരും ലീഗലായി. അപ്പോൾ ആ ഡയറക്ടർക്ക് ഒരു ലീഗൽ അഡ്വൈസർ ഉണ്ടായിരിക്കും.
അതുപോലെ ഒരു പേഴ്സണൽ സെക്രട്ടറി ഉണ്ടായിരിക്കും. ഡയറക്ടർ എന്ന് പറയുന്നത് ലൈൻ ഓർഗനൈസേഷനിലെ മെമ്പർ ആണെങ്കിൽ കൂടെ ഈ സെക്രട്ടറിയും അതുപോലെ ലീഗൽ അഡ്വൈസറും വരുന്നത് സ്റ്റാഫാണ്. അപ്പോൾ ലൈൻ ഓർഗനൈസേഷൻ്റെ കൂടെ സ്റ്റാഫിനെ കൂടി ഉൾപ്പെടുത്തുന്നതാണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ജനറൽ മാനേജർക്ക് അസിസ്റ്റ് ചെയ്യാനായി അക്കൗണ്ട്സ് ഓഫീസർ ഉണ്ടായിരിക്കും, പേഴ്സണൽ മാനേജർ ഉണ്ടായിരിക്കും, സെയിൽസ് മാനേജർ ഉണ്ടായിരിക്കും, പർച്ചേസ് മാനേജർ ഉണ്ടായിരിക്കും. അതുപോലെ വർക്ക്സ് മാനേജറെ അസിസ്റ്റ് ചെയ്യാൻ ഡിസൈൻ എഞ്ചിനീയർ ഉണ്ടായിരിക്കും, R&D സെക്ഷൻ എഞ്ചിനീയർ ഉണ്ടായിരിക്കും, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ ഉണ്ടായിരിക്കും, അതുപോലെ സ്റ്റോർ ഓഫീസർ ഉണ്ടായിരിക്കും. അതിന് താഴെയാണ് സൂപ്രണ്ട്, അതുപോലെ ഫോർമാൻ, വർക്കേഴ്സ് എന്നിവർ വരുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റിന് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയും. ഇതിൽ തന്നെ ഡോട്ടഡ് ലൈൻസ് അല്ലെങ്കിൽ ബ്രോക്കൺ ലൈൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റാഫ് എക്സിക്യൂട്ടീവ്സിനെയാണ്. അതായത് സെക്രട്ടറി, ലീഗൽ അഡ്വൈസർ, അക്കൗണ്ട്സ് ഓഫീസർ, സെയിൽസ് മാനേജർ മുതലായവർ സ്റ്റാഫ് എക്സിക്യൂട്ടീവ്സ് ആണ്. അൺബ്രോക്കൺ ലൈൻ ഇൻഡിക്കേറ്റ്സ് ലൈൻ എക്സിക്യൂട്ടീവ്സ്. ലൈൻ എക്സിക്യൂട്ടീവ്സിൽ വരുന്നത് ബോർഡ് ഓഫ് ഡയറക്ടർ, ജനറൽ മാനേജർ, വർക്ക്സ് മാനേജർ എന്നിവരാണ്. ദ ലൈൻ എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ ഡൂയേഴ്സ് എന്ന് പറയുന്നവരെ ദ ലൈൻ എക്സിക്യൂട്ടീവ്സ് റീറ്റെയിൻ സൂപ്പർവൈസറി അതോറിറ്റി. സൂപ്പർവൈസ് ചെയ്യുന്നത്, അതായത് ഒരു പ്രൊഡക്ഷൻ ഫേമിൽ എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യുന്ന അതോറിറ്റി ആൻഡ് കൺട്രോൾ ഉള്ളത് ഈ ലൈൻ ഓർഗനൈസേഷനിലെ ഡയറക്ടർ, മാനേജർ തുടങ്ങിയവർക്കായിരിക്കും. ദ സ്റ്റാഫ് എക്സിക്യൂട്ടീവ്സ്, അവരെ തിങ്കേഴ്സ് എന്ന് പറയാം. ദ സ്റ്റാഫ് എക്സിക്യൂട്ടീവ്സ് ഹെൽപ്പ് ദ ലൈൻ എക്സിക്യൂട്ടീവ്സ് ഓഫ് സർട്ടൈൻ സ്പെഷ്യലൈസ്ഡ് വർക്ക് ആൻഡ് അഡ്വൈസ് ദം ഓൺ മാറ്റേഴ്സ് റെഫർഡ് ടു ദം. വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുവാനും അതുപോലെ റിപ്പോർട്ടുകൾ അതുപോലെയുള്ള ഹെൽപ്പുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാഫ് എക്സിക്യൂട്ടീവ്സിനെ നിയമിക്കുന്നത്. ഈ ഒരു സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഓരോ വിഷയത്തിലും എക്സ്പേർട്ട് അഡ്വൈസ് ലഭിക്കും എന്നതാണ്. എക്സ്പേർട്ട് അഡ്വൈസ് ഫ്രം specialist staff can be made use of. Also, line executives are relieved of some of their loads and are thus able to devote more attention towards production. അവരുടെ ജോലി ഭാരം, അതായത് ലൈൻ എക്സിക്യൂട്ടീവ്സിലുള്ള ഡയറക്ടർ, ജനറൽ മാനേജർ, വർക്ക്സ് മാനേജർ, സൂപ്രണ്ട് എന്നിവരുടെ ജോലി ഭാരം കുറയുകയും അതുകൊണ്ട് പ്രൊഡക്ഷനിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയുകയും ചെയ്യും. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ലെസ് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് man and machine hours. Also, the quality of the product will be improved. The disadvantages are production cost will increase. കൂടുതൽ സാലറി ഉള്ള സ്റ്റാഫ് എക്സിക്യൂട്ടീവ്സിനെ നിയമിക്കുന്നത് കാരണം പ്രൊഡക്ഷൻ കോസ്റ്റ്, ഓവറോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓൾസോ there may be some conflicts between line and staff personnel. ലൈൻ ഓർഗനൈസേഷനിലുള്ള വ്യക്തികളും അതുപോലെ സ്റ്റാഫും തമ്മിൽ ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓൾസോ there will be lack of coordination between line and staff. കോർഡിനേഷൻ കുറയാൻ സാധ്യതയുണ്ട്. ഓൾസോ there will be a tendency to blame each other if anything goes wrong. എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരം പഴിചാരാനുള്ള സാധ്യതയുണ്ട്. ഓൾസോ the line executives may lose their efficiency as they have to depend on staff members. സ്റ്റാഫ് മെമ്പറുകളെ അല്ലെങ്കിൽ സ്റ്റാഫ് മെമ്പേഴ്സിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കാരണം ലൈൻ എക്സിക്യൂട്ടീവ്സ്, അതായത് ഡയറക്ടർ, മാനേജർ, സൂപ്രണ്ട് മുതലായവരുടെ ജോബ് എഫിഷ്യൻസി കുറയുവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു 3 ടൈപ്പാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഫസ്റ്റ് വൺ ലൈൻ ഓർഗനൈസേഷൻ ആയിരുന്നു. ലൈൻ ഓർഗനൈസേഷനിൽ ലൈൻ അല്ലെങ്കിൽ മിലിറ്ററി ഓർഗനൈസേഷൻ, ലൈൻ ഓർഗനൈസേഷനിൽ
ഒരു ജനറൽ മാനേജർ ഉണ്ട്. ജനറൽ മാനേജർക്ക് കീഴെ 5 മാനേജേഴ്സ് ഉണ്ടായിരിക്കും മിനിമം. ഇതിലെ പ്രൊഡക്ഷൻ മാനേജർക്ക് കീഴെ ഫോർമാൻ, അവർക്ക് കീഴെ വർക്കേഴ്സ്, ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക. ഇതിലെ ഒരു ഇമ്മീഡിയറ്റ് സുപ്പീരിയർ, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ മാനേജറുടെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ആയിരിക്കും ജനറൽ മാനേജർ. ഫോർമാൻ, സെക്കൻഡ് ഫോർമാന്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ആയിരിക്കും പ്രൊഡക്ഷൻ മാനേജർ. അവർക്ക് സബോർഡിനേറ്റ്സിന് എല്ലാവിധ ഡ്യൂട്ടീസും അസൈൻ ചെയ്യാനും അതുപോലെ അവരെ ഡിസ്മിസ് ചെയ്യാനും ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനും ഉള്ള അധികാരം ഉണ്ടായിരിക്കും. സെക്കൻഡ് ടൈപ്പ് ആയിരുന്നു ഫങ്ഷണൽ ഓർഗനൈസേഷൻ. ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ സെപ്പറേറ്റ് ജോബിനും ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ഉണ്ടായിരിക്കും. ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ എൻറ്റയർ വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്നതിന് പകരം അവർ ചെയ്യുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഒരുപോലെയുള്ള വർക്കുകൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും ഇലക്ട്രിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യുന്നത്. പർച്ചേസ് മാനേജർ ആണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, എക്സെട്ര, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇതിലെ മൂന്നാമത്തെ ടൈപ്പ് ആയിരുന്നു ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ലൈൻ ഓർഗനൈസേഷനിൽ സ്റ്റാഫുകളുടെ ഹെൽപ്പ് കൂടി അവൈലബിൾ ആക്കുന്നത് കാരണമാണ് ഇതിനെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്.